ഇറങ്ങുന്നിടത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ സമയത്തിനായി നന്ദി പറയുന്നു. യഹോവ ഉണ്ടാക്കിയ ദിവസം കർത്താവിനെ സന്തോഷിക്കപ്പെട്ടവേ, കർത്താവിന്റെ കൽപ്പന പ്രമാണിച്ച നാളുകളായി വളരെ കർത്താവെ ആമെങ്കിലും തക്കസമയം തീരുമാനമെടുത്ത് ദൈവത്തെ സ്വീകരിക്കാൻ തക്കവണ്ണം കൽപ്പനയോടെ ദൈവരാജ്യം കരസ്ഥമാക്കുവാനും യേശുവിന്റെ ജീവിക്കുവാൻ നോക്കണം, യേശുവിനോട് ജീവിക്കാൻ നോക്കണം തീരുമാനമെടുത്ത് രക്ഷിക്കപ്പെട്ട് സ്ഥാനത്തിലേക്ക് വന്നു വരുന്നു. ഈ ശുശ്രൂഷമന്റെ ജീവിതത്തിൽ യേശുവിന്റെ വരവോളം കൊടുക്കുന്ന ആയുസ്സോളം അനുഗ്രഹം തന്നെയായിരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്ഥാനക്കുളത്തിനെ ഏൽപ്പിക്കുന്നു, നിരദാസനെ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ ബലത്തോടെ നിർത്തണമേ. ഇവിടെ ദൂതഗണങ്ങൾ ഇക്കാലി സംഭവം ഇവിടെ ഇറങ്ങി നിൽക്കുന്നതിനായി സ്തോത്രം. അവന്റെ ആത്മീയ അന്തരീക്ഷനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മഹത്വം പിതാവിനെ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ പിതാവേ. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, നാളുകളായി ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത കർത്താവെ, ഈ നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ മകൻ അഖിൽ കർത്താവെ, ഇന്ന് കർത്താവിനെ ജലത്തിൽ സാക്ഷിയിരിപ്പാണെത്തണം, വിശ്വാസത്തിനാണ് കർത്താവെ, ഇവനോട് നല്ല താല്പര്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആവശ്യം ഓർത്ത് പ്രാർത്ഥിപ്പാനും കർത്താവെ, അനാവശ്യമായിരിക്കുന്ന ദൈവജനങ്ങൾക്ക് നൽകുവാൻ വെക്കണം ദൈവയാക്കിയത്. ഇന്ന് കർത്താവെ ശുശ്രൂഷ എങ്ങനെ കരങ്ങൾ സൂക്ഷിക്കുന്നു. കർത്താവെ കഥാദാസിനെ തക്കത്തിനെത്തിക്കുന്നു. കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദേവാലയം വ്യക്തമായിട്ട് കല്ലേൽപ്പിക്കുന്നു. സഭയം വ്യക്തമായിട്ട് ഏൽപ്പിക്കുന്നു. ഈ ചുറ്റോടുള്ള പ്രിയപ്പെട്ട സ്തോത്രം ചെയ്യുന്നു. ഈ കടവിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ശുശ്രൂഷ കർത്താവെ സ്വർഗം സന്തോഷിക്കുന്ന ഹാലലിയ ദൂതന്മാർ സന്തോഷിക്കുന്ന സഭ സന്തോഷിക്കുന്ന അനുഗ്രഹിക്കപ്പെടുന്ന സ്തോത്രിക്കുന്നു. അനേകർക്ക് മഹാഭാഗ്യം ലഭിക്കാൻ നോക്കണം. കർത്താവെ, അനീയോ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ശുശ്രൂഷ അങ്ങനെ കേൾപ്പിക്കുന്നു. കേൾപ്പിക്കുന്നു. ഇവനെ ബലപ്പെടുത്തുന്ന ധൈര്യപ്പെടുത്തുന്ന സഹായിക്കണം. ഇവന്റെ പേര് കാണുവാൻ നല്ല സവാഷായി നാശനന്തരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹമാക്കി തരുന്നതിനായി സ്തോത്രം. യേശുവിന്റെ അത്ഭുതം. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ വായിച്ചിട്ടുണ്ട്. അവർ പോകുമ്പോൾ കാവൽക്കൂട്ടത്തിൽ ചിലർ നഗരത്തിൽ ചെന്ന് സംഭവിച്ചതെല്ലാം മഹാപുരോഹിതന്മാരോട് അറിയിച്ചു. അവർ ഒന്നിച്ചുകൂടി മൂപ്പന്മാരുമായി ആലോചന കഴിച്ചിട്ട് പടയാളികൾക്ക് വേണ്ടുവോളം പണം കൊടുത്തു. അവന്റെ ശിഷ്യന്മാർ രാത്രിയിൽ വന്നു ഞങ്ങൾ ഉറങ്ങുമ്പോൾ അവനെ കട്ടുകൊണ്ടു പോയെന്ന് പറഞ്ഞു. വസ്തുത നാടുവാഴിയുടെ സന്നിധാനത്തിലെത്തി എങ്കിലും ഞങ്ങൾ അവനെ സമ്മതിപ്പിച്ച് നിങ്ങളെ നിർഭയരാക്കി കൊള്ളാമെന്ന് പറഞ്ഞു. അവർ പണം വാങ്ങി ഉപദേശപ്രകാരം ചെയ്തു. ഈ കഥ ഇന്നുവരെ യഹൂദന്മാരുടെ നടപ്പായിരുന്നു. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലരോ സംശയിച്ചു. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊണ്ടു. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടി ഉണ്ടെന്ന് അറിയിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ സ്നാനപ്പെടുത്തുമുള്ള കർത്താവ് യേശുവിന്റെ അന്ത്യ കൽപ്പനയും ദൈവത്തിന്റെ ആലോചന പ്രകാരം അകലിന്ന് ജലത്തിൽ സാക്ഷീകരിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ കൃപയും സാന്നിധ്യം അതിനോടുകൂടെയും ഇതിനോടുകൂടെയും ഈ ശുശ്രൂഷയിലും ഈ സ്ഥാനപ്രശ്നം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ പാട്ട് ഞാൻ വിളിക്കുന്നില്ല. ജയം ജയം എപ്പോഴും ജയം ജയം ഹല്ലേലൂയ ജയം ജയം എപ്പോഴും യേശുനാഥൻ നാമത്തിനു ജയം ജയം യേശുനാഥൻ നാമത്തിനു ജയം ജയം പാപത്തെയും രോഗത്തെയും ക്രൂശിന്റെ പാപത്തെയും പിതാവേ, ഈ ദിവസത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ സായാഹ്ന സമയത്ത് സ്വർഗം സന്തോഷിക്കുന്ന പിതാവേ, നിന്റെ ദാസനായ പ്രിയ മകനെ സ്ഥാനപ്പെടുത്തുവാൻ അന്ന് അധികാരം
അധികാരം ഉപയോഗിച്ച് അധികാരത്തിന് നിങ്ങളുടെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് എളിമത്താൽ സ്നാനപ്പെടുത്തലായിരിക്കും. കർത്താവേ, സാന്നിധ്യം യോർദാൻ നദിയിൽ സ്നാപയോഹന്നാനും യേശു കർത്താവും തമ്മിൽ വരുവാനിക സകല തലമുറകൾക്കും മാനവരാശിക്ക് വേണ്ടി കാണിച്ചു കൊടുക്കുന്ന മാതൃകയാണല്ലോ ഈ സ്നാന ശുശ്രൂഷ. കർത്താവെ, ഞങ്ങളത് അനുകരിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ട ബലം നിന്റെ ദാസന് തരണമേ കർത്താവെ. ദൂതന്മാരുടെ വലിയ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സകല മഹത്വം പിതാവിന് സമർപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. 2025 വർഷങ്ങൾക്ക് മുമ്പേ സ്വർഗത്തിലെ സകല പദവികളെ വെടിഞ്ഞ് ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. 33 വയസ്സുള്ളവനായി ജീവിച്ച് അവസാനത്തിലെ മണിക്കൂർ അമേൻ ഗഡ്സമനെ തോട്ടം മുതൽ മലവരെയും കർത്താവ് സഹിച്ച പങ്കപ്പാടുകൾ ശേഷം കർത്താവായ യേശുവിനെ കണ്ടാടുകളത്തിൽ കൊണ്ടുപോയി അമേ 39 ചാത്തമാറുകൊണ്ട് കർത്താവിനെ അടിക്കുകയും പിന്നത്തേല് ഭാരമുള്ള പച്ച പൈമരത്തിൽ ശേഷുവിന് മേൽ കൊടുത്ത് മലയിൽ ക്രൂസുമായി ചുമന്ന് 3 ആണികളാൽ ആ ക്രൂസുകൾ തറയ്ക്കപ്പെട്ടും അപ്പുറം 2 കള്ളന്മാരുടെ നടുവിൽ യേശു ക്രൂസിൽ തകർക്കപ്പെട്ടും അതേപോലെ തന്നെ ആകാശത്തിന് ഭൂമിക്കും മധ്യേ ആ 2 കള്ളന്മാരുടെ നടുവിൽ യേശു ഇതാ ക്രൂസിൽ തകർക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് എന്നും പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. സകല മാനവരാശി രക്ഷയ്ക്ക് വേണ്ടി, സകല മനുഷ്യരുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കർത്താവായ യേശു പങ്കപ്പാട് സഹിച്ചുവെന്നും പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നുവെന്നും വീണ്ടും സഭയെ ചേർക്കുവാൻ അത്യാകാശത്ത് വരുമെന്നോ പ്രിയ അതിൽ വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അപ്പോസ്തല നടപടി ക്രമപ്രകാരവും ഈ പ്രിയമകന്റെ സാക്ഷ്യവചന പ്രകാരവും തിരുവെഴുത്തൽ പ്രകാരവും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ മകനെ ഞാൻ ഈ ജലത്തിൽ സ്നാനപ്പെടുത്തുന്നു. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ ജീവകിരീടം പ്രാപിക്കും. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവേ, ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇന്ന് സ്വർഗം സന്തോഷിക്കുന്ന ദിവസമത്രേ. ഭൂമിയിൽ കൊടുക്കുന്ന ആയുസ്സോളം യേശു ക്രിസ്തുവിന്റെ പാതയിൽ സഞ്ചരിച്ച് യേശു ക്രിസ്തുവിനോട് പറ്റിച്ചേർന്നിരുന്ന് കർത്താവ് ഇഷ്ടം ചെയ്ത് മുന്നേറുവാൻ ഈ മകനെ സഹായിക്കണമേ. വരും ദിവസങ്ങളിൽ എല്ലാ വിഷയങ്ങളിലും ദൈവത്തിന്റെ കരം കൊടുത്തിരിക്കണമേ. ഒരു മുഖാന്തരം എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, സഭ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. യേശുനാഥൻ നാമത്തിനു ജയം ജയം എപ്പോഴും. പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ വഹിച്ചു. പാപത്തെയും രോഗത്തെയും ക്രൂശിന്മേൽ വഹിച്ചു. സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തോൽപ്പിച്ചു. പിതാവേ, ഇത്രത്തോളം എളിവനെ ബലപ്പെടുത്തി. വളരെ സന്തോഷമുണ്ട് കർത്താവേ. ഇങ്ങനെ ഒരു കുളം ഈ ദേശം ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾ എല്ലാവരുടെ സാക്ഷ്യത്തിന് മധ്യത്തിൽ വെച്ച് ഇങ്ങനെ മതത്തിന് ശുശ്രൂഷ ചെയ്യുവാൻ സർവ്വകൃപാലുവായ ദൈവം നിങ്ങൾക്ക് ഇന്ന് ഭാഗ്യത്തിന് നന്ദി കർത്താവേ. കർത്താവേ, സ്ഥാനപ്പെട്ട മകനെ അനുഗ്രഹിക്കണം. ഇവിടെ കൂടി എല്ലാവരും അനുഗ്രഹിക്കണം കർത്താവേ. വീണ്ടും അവിടുത്തെ കൃപയും സാന്നിധ്യം കൂടിയിരിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഒരുപാട് ഈ വൈകിട്ട് കർത്താവേ, ഈ കർത്താവേ ഞങ്ങൾ കർമ്മ ഈ ദേശത്തെ കർത്താവിനെ
സമാധാനം ഗംഭീരനാഥത്തോടും പ്രധാന ശക്തിയോടും പ്രകാരമുള്ള എന്നാൽ നീ കുടുംബം ജനിക്കപ്പെട്ടവരായി കർത്താവെ ജനനം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് ഈ ശതമാനമായി നടക്കുവാൻ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ യേശുക്രിസ്തുവിന്റെ സമാധാനം, ആശ്വാസം എന്ന പരിശുദ്ധാത്മാവിനെ കൂട്ടാന സഹോദരങ്ങളുടെ കരുതലും ഇന്നു മുതൽ അഹുവിനോടുകൂടെയും ഇവിടെ നിന്നവരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. അർഗപ്പെട്ട കുഞ്ഞാടിന്റെ മകത്വം കരയേറ്റാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നിന്ന് മാറിക്കും. അല്ല അത് റോഡില്ല. ഇവിടെ 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 മാറ്റാം. അല്ല കുഴപ്പമില്ല.